സൗഹൃദ സംഗമവും ശിശുമേളയും ഇവിടെ ആരംഭിക്കുന്നു.
മണ്ണറിഞ്ഞ് വിളയിറക്കി നൂറുമേനി കൊയ്ത് നമ്മുടെ വിശപ്പടക്കുന്നവർ. പ്രകൃതിയുടെ ഓരോ അനുഗ്രഹങ്ങളും ജീവരാശിയുടെ നിലനിൽപ്പിന് കാത്തുപോരേണ്ട അടിസ്ഥാന തത്വം സ്വന്തം അധ്വാനമാക്കി ശാസ്ത്ര സാങ്കേതിക വിദ്യകളുടെ സാധ്യതകൾ പരമാവധി പ്രയോജനപ്പെടുത്തി അന്നം മുട്ടുന്നവർ കർഷകർ. ആരോഗ്യകരമായ സമൂഹത്തിന് ആരോഗ്യമുള്ള മനസ്സും ശരീരവും അനിവാര്യമായും വേണം. മികച്ച സമൂഹ സൃഷ്ടിയിൽ പൗരന്മാരുടെ ആരോഗ്യ സംരക്ഷണം അത്യാവശ്യമാണ്. ഇതിനായി അഹോരാത്രം പ്രവർത്തിക്കുന്നു ആരോഗ്യ പ്രവർത്തകർ. മഹാമാരികൾ പൊതുജനാരോഗ്യത്തിന് വെല്ലുവിളിയാകുമ്പോഴും രോഗങ്ങൾ വരാതെ നോക്കുന്നതിനും ആരോഗ്യസമ്പന്നമായ സമൂഹം ഉറപ്പുവരുത്തുന്നതിനും ശാസ്ത്രത്തിന്റെ അനന്ത സാധ്യതകളിലൂടെ ആർജിച്ചെടുത്ത കഴിവുകൾ ഉപയോഗിച്ച് ഡോക്ടറും നഴ്സും ഹെൽത്ത് ഇൻസ്പെക്ടർമാരും ആശാ വർക്കർമാരും എല്ലാം അടങ്ങുന്ന ആരോഗ്യ പ്രവർത്തകർ സമൂഹത്തിന്റെ നെടും തൂണുകളായി വർദ്ധിക്കുന്നു. വിവരസാങ്കേതിക രംഗങ്ങളിൽ അനുദിനം വികാസമാർജിക്കുന്ന ശാസ്ത്രലോകം മനുഷ്യ വൈഭവത്തെ വെല്ലുന്ന നിർമ്മിത ബുദ്ധിയിൽ എത്തി നിൽക്കുമ്പോൾ സാങ്കേതിക തികവുള്ള വിദഗ്ധ പ്രതിഭകൾ കാലത്തിന്റെ ആവശ്യമാണ്. ഇവിടെ വിവിധ മേഖലകളിൽ കഴിവും മനസ്സും അർപ്പിച്ച് പ്രവർത്തിക്കുന്ന എഞ്ചിനീയർമാരും പൈലറ്റുകളും IT വിദഗ്ധരും ഗവേഷകരുമെല്ലാം രാഷ്ട്രത്തിന്റെ വളർച്ചയിൽ നിർണായകമാണ്. മറ്റു രാജ്യങ്ങളിൽ നിന്നും ഭാരതം വ്യത്യസ്തമാകുന്നതും സവിശേഷമായ സാങ്കേതിക വൈഭവത്താലാണെന്നത് ശ്രദ്ധേയമാണ്. സാങ്കേതിക വിദഗ്ധർ സൃഷ്ടിക്കുന്ന പ്രവർത്തന പദ്ധതി സാങ്കേതിക വിദ്യകൾ സ്വായത്തമാക്കി പ്രവർത്തിക്കാൻ കഴിവുള്ള തൊഴിലാളികളും സമൂഹത്തിന്റെ താളാത്മകമായ വളർച്ചയിൽ നിർണായകമാകും. നിർമ്മാണ തൊഴിലാളികളും മെക്കാനിക്കുകളും വാസ്തുശില്പികളും എല്ലാം അടങ്ങുന്ന വിപുലമായ വിദഗ്ധ തൊഴിലാളികളുടെ സമന്വയം ഉത്തമ സമൂഹ സൃഷ്ടിക്കും വികാസത്തിനും മുതൽക്കൂട്ടാണ്. ചലനാത്മകമാണ് സമൂഹം. അനുനിമിഷം വേഗമേറുന്ന ജീവിതക്രമം. ഇവിടെ സമയത്തിനും വേഗതയ്ക്കും പ്രാധാന്യമേറെയാണ്. വേഗപ്പാച്ചിലിൽ അടിതെറ്റി വീഴാതിരിക്കാനും സാധിക്കും. ജീവിതയാത്രയിൽ നമ്മയെല്ലാം ലക്ഷ്യസ്ഥാനങ്ങളിലേക്ക് എത്തിക്കുന്നതിൽ നിർണായകമാണ് ഡ്രൈവർമാർ. സുരക്ഷയാണ്. ഇവിടെ വ്യാപാരികളുടെ പങ്ക് നിസ്തുലമാണ്. പരസ്പര പൂരകങ്ങളായി ഉത്പാദകരെയും ഉപഭോക്താക്കളെയും വ്യാപാരികൾ വിളക്കി ചേർക്കുമ്പോൾ സംതൃപ്തമായ സാമൂഹ്യ വികാസം സാധ്യമാകുന്നു. ഇതിനൊപ്പം വ്യാവസായിക മുന്നേറ്റം കൂടിയാകുമ്പോൾ രാഷ്ട്രത്തിന്റെ സാമ്പത്തിക വളർച്ചയും തൊഴിൽ മേഖലയുടെ ഉണർവും വ്യവസായ ലോകവും ഉറപ്പുവരുത്തുന്നു. കൗതുക വീക്ഷണങ്ങളും അറിവിലേക്കെത്താനുള്ള ആകാംക്ഷയും സ്ഥിരമായ പരിശ്രമങ്ങളും ഒട്ടനവധി കണ്ടുപിടുത്തങ്ങളിലേക്കാണ് വഴി തുറക്കുന്നത്. ഇതെല്ലാം ലോകത്തിന്റെ ഗതിയെ തന്നെ മാറ്റിമറിച്ചു. ഇന്നും തുടരുന്ന ഗവേഷണങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്ന പ്രതിഭാശാലികളായ ശാസ്ത്രജ്ഞർ രാഷ്ട്രത്തിന്റെ എക്കാലത്തെയും അനുഗ്രഹങ്ങളാണ്. ക്രമസമാധാനം ഉറപ്പുള്ള സമൂഹം ഏതു കാലത്തിന്റെയും അനിവാര്യതയാണ്. നാട്ടിലെ ക്രമസമാധാന പാലനം ഉറപ്പാക്കുന്നതിൽ പോലീസ് സേനയുടെ സേവനം നിർണായകമാണ്. കുറ്റകൃത്യങ്ങൾ ഇല്ലാതെ നോക്കുന്നതിലും കുറ്റവാളികളെ നിയമത്തിന് മുന്നിൽ എത്തിക്കുന്നതിലും പോലീസിന്റെ സാന്നിധ്യം നിർണായകമാണ്. തികച്ചും ജനസൗഹൃദമായ പോലീസ് ആധുനിക സമൂഹത്തിന്റെ അടയാളം കൂടിയാണ്. പൊതുജന സമൂഹത്തിന്റെ നിലനിൽപ്പിനും ഭദ്രതയ്ക്കും നിയമപാലനം ഉറപ്പാക്കേണ്ടതുണ്ട്. നീതിയിൽ അധിഷ്ഠിതമായ സമൂഹം ഉറപ്പാക്കുന്നതിൽ ജഡ്ജിമാരോടും അഭിഭാഷക സമൂഹത്തോടും രാഷ്ട്രം എന്നും കടപ്പെട്ടിരിക്കുന്നു. നിരപരാധികൾ ശിക്ഷിക്കപ്പെടാതിരിക്കാനും അപരാധികൾക്ക് നിയമം അനുശാസിക്കുന്ന ശിക്ഷ ഉറപ്പാക്കാനും സദാ ജാഗരൂകരാകുന്ന നിയമജ്ഞർ നീതിഭദ്രമായ സാമൂഹ്യക്രമം ചിട്ടപ്പെടുത്തുന്നതിൽ നിർണായകമാണ്. സമൂഹത്തിന്റെ പരിച്ഛേദമാകാൻ ജനപ്രതിനിധികളും സമൂഹത്തിൽ വളർന്നു വരുന്നു.
നേതൃപാഠവും വികസന ബോധവും ഭാവിയെക്കുറിച്ച് വ്യക്തമായ കാഴ്ചപ്പാടും സേവന സന്നദ്ധതയും കളങ്കരഹിത മനസ്സുമുള്ള ജനപ്രതിനിധികൾ സമൂഹത്തെ നയിക്കുമ്പോൾ മാത്രമാണ് ഉത്തമമായ രാഷ്ട്രം സാധ്യമാകുന്നത്. ഇവിടെ ജനതയൊന്നാകെ ജനപ്രതിനിധികളോട് കടപ്പെടും. സമൂഹത്തിന്റെ നാക്കും നോക്കുമാണ് ആധുനിക കാലത്തെ മാധ്യമലോകം. ജനപക്ഷത്തു നിന്ന് ജനകീയ ആവശ്യങ്ങളും പ്രശ്നങ്ങളും പ്രയാസങ്ങളും അധികൃത ശ്രദ്ധയിലേക്ക് എത്തിക്കുന്നതിനോടൊപ്പം നാടിന്റെ ഗതിവിവരങ്ങളും ഭരണകൂട നിർദ്ദേശങ്ങളും യഥാസമയം ജനങ്ങളിലേക്ക് എത്തിച്ചു കർത്തവ്യം നിറവേറ്റുന്നു. നിർഭയവും ജനപക്ഷവുമായ മാധ്യമധർമ്മം ഉണ്ടായ അറിവ് അനിവാര്യമാണ്. ഇവിടെ അധ്യാപനത്തിന്റെ പ്രാധാന്യം പ്രസക്തമാകുന്നു. കുരുന്നിലെ തലമുറകളെ തിരിച്ചറിഞ്ഞ് അവരിലെ പ്രതിഭകളെ കണ്ടെത്തി ശരിയായ മേഖലയിലേക്ക് നയിക്കുന്നതിൽ നിർണായകമാണ് അധ്യാപകരുടെ പങ്ക്. ഈ അർത്ഥത്തിൽ സമൂഹം ഒന്നടങ്കം അധ്യാപകരുടെ സേവനത്തിലൂടെ ഉറവേറ്റുന്നു. നിതാന്ത ജാഗ്രത പുലർത്തി നിൽക്കുന്ന നമ്മുടെ സൈനികർ രാപ്പകലില്ലാതെ ഋതുക്കളോടും സമരസപ്പെട്ട് ഏത് പ്രതിസന്ധി ഘട്ടങ്ങളിലും രാഷ്ട്രത്തെയും ജനതയെയും കാത്തുരക്ഷിക്കാൻ സ്വയം അർപ്പിച്ച സൈനികർ ഇവരെയുന്ന കരുത്തിൽ സുരക്ഷിതമാകുന്നു നമ്മളെല്ലാം. ഉണർവാണ് അറിവ്. ഓരോ അറിവും ഉണർവാകേണ്ടതുണ്ട്. ആദ്യം കുട്ടികളെ പഠിക്കുക, പിന്നെ അവർക്ക് ആവശ്യമായത് പഠിപ്പിക്കുക. ഒപ്പം ഭാരതത്തിന്റെ ഉദാത്തമായ സംസ്കാരവും ധാർമ്മികതയും ഓരോ ഘട്ടങ്ങളിലും തുടർന്നു. അതിലൂടെ രാഷ്ട്രത്തിനായി ഓരോ പൗരന്മാരും നിറവേറ്റേണ്ട കർത്തവ്യങ്ങളെക്കുറിച്ച് ബോധവാന്മാരാണ്. പണ്ടുണ്ടായിരുന്ന നമ്മുടെ നാടല്ല ഇപ്പോൾ നമ്മൾ കാണുന്നത്. ധാർമ്മിക മൂല്യവും സ്വത്വബോധവും മുറുകെ പിടിച്ച് പലവിധ തൊഴിൽ മേഖലകളിൽ വ്യക്തിമുദ്ര പതിപ്പിക്കാൻ ഈ നാട്ടിലെ ജനത പഠിച്ചു. അതിന് അറിവിലൂടെയും അടുത്തറിഞ്ഞും അവസരമൊരുക്കിയ നമ്മുടെ സ്വന്തം ജനകീയ വിദ്യാലയം ശ്രീ ശിവശക്തി വിദ്യാനികേതൻ കാലത്തിന് സാക്ഷിയായി പുതിയ ഉണർവിലേക്ക് നാടിനെ നയിക്കുന്നു. Arima